നേരെ ഇരട്ടിയപ്പോത്തിന് രാത്രി ആവണല്ലോ പഠിച്ചോനെ. ലോകം അവസാനിക്കാറായോ. എന്നും നൈറ്റ് ഡ്യൂട്ടിയാണ്. എണീറ്റ പാടെ തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. ചിക്കനെല്ലാം വാരിയിട്ട് കുക്കറിലിട്ട് ഒരു വിസിലടി. അതന്നെയാണ് നമ്മളെ കറി. ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായി. ചോറും ചിക്കൻ കറിയും പയറുപ്പേരിയാണ് ഇന്നത്തെ ഡിന്നർ. ഈ ദുനിയാവിൽ പറഞ്ഞ കേൾക്കാത്ത ഒന്നിനെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിന്റെ മുടിയാണ്. പുറത്തിറങ്ങി നടന്നപ്പോണ്ട് ഈ ചെങ്ങ എങ്ങോട്ടോ പോണ്. അപ്പൊ എന്നോടൊന്ന് ക്യൂട്ട്നെസ് ഇടാൻ പറഞ്ഞ. അതാണ് നിങ്ങൾ കാണുന്നത്. ബസ് കയറിയാൽ എനിക്ക് സൈഡ് സീറ്റ് തന്നെ വേണം. ആര് വന്നാലും ഇല്ലെങ്കിലും ടൈമായി കഴിഞ്ഞാൽ വണ്ടി എടുക്കും. അങ്ങനെ എയർപോർട്ടിലെത്തി. ഡ്യൂട്ടിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നെ എല്ലാ ദിവസവും ഞാൻ കാണാൻ പോകുന്ന ഒരാളുണ്ട്. അതാണ് ഈ പഞ്ച് മെഷീൻ. ഇതാ എന്റെ നടത്തം. എനിക്ക് തന്നെ എന്താ പോലെ. ഓഫീസിലെത്തിയപ്പോണ്ട് എല്ലാം പണിയില്ലാത്തതുകൊണ്ട് പബ്ജി കളിക്കുന്നു. പണിയില്ലാന്ന് പറഞ്ഞ അറമ്പറ്റി പോയി തോന്നുന്നു. അപ്പോൾ അതിന് പണി വന്ന് VIP കാറിൽ ഫ്യൂവലില്ല. അപ്പൊ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി പോവാണ്. ഈ കാറിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ സീറ്റിൽ നല്ല മസാജിങ് ഉണ്ട്. അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് തരും. ഒന്ന് പട്ടിഷ കാണിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല. അങ്ങനെ പമ്പിലെത്തി. പൈസ കമ്പനി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കലുള്ളൂ. ഏത് മൂഡ്, അംബാനി മൂഡ്. അങ്ങനെ ഫ്യൂലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ്. വരുന്ന വഴിക്കാണ് ഞാൻ ഇത് കണ്ടത്. കോടികൾ വിലയുള്ള സാധനം കിടക്കുന്ന കിടപ്പുണ്ട. തിരിച്ചെത്തി വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെയാണ് ഞങ്ങൾ റെസ്റ്റ് റൂം. ഇനി അടുത്ത വർക്ക് വരുന്നവരെ ഇവിടെ തന്നെ സമാധി. റൂമിലെ സൗണ്ടോട് ഞാൻ പോയി കാറിൽ കിടന്നു. വ്ളോഗർമാരെല്ലാവരും ഇങ്ങനെയാണല്ലോ കിടന്നുറങ്ങല്. മൊബൈലിൽ ഡിസ്പ്ലേ മാറ്റാനുള്ള പൈസ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങാം. പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള സമയമായി. രാവിലെയുള്ള വെളിച്ചത്തിൽ എന്നെ കാണാൻ ഒടുക്കത്തെ ലുക്കല്ലേ. ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ റൂമുള്ളത്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഒറ്റ ഉറക്കം. എന്നാ ഇനി പിന്നെ ആക്കല്ലേ. ശരി എന്നാല്.